എൻ്റെ പേര് ലിയ, ഇതെൻ്റെ ഹസ്ബൻഡ് ബിനു. ഞങ്ങൾ ക്രൈസ്റ്റ് കിങ് ചർച്ച് ഇടവാംഗമാണ്, ബാംഗ്ലൂർ. അമ്മയുടെ പ്രത്യക്ഷണത്തിന് സാക്ഷിയായി എന്നെ ആൾക്കാരെ കൊണ്ട് നിർത്തിയതിന് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുകയാണ്. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2018 അന്ന് എല്ലാവരും ഉടമ്പടി എടുക്കുന്നു എന്ന രീതിയിൽ ഞാൻ എൻ്റെ സ്വന്തം വീട് ഇവിടെ ചേർത്തലയാണ്. ഉടമ്പടിയെക്കുറിച്ച് മനസ്സിലാക്കാതെയും കൂടുതൽ അറിയാതെയാണ് വന്നതിനോട് ഉടമ്പടി എടുത്തത്. അന്ന് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് B2 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ആ എക്സാം ഡേറ്റ് പോലും കിട്ടുന്നില്ലായിരുന്നു. ഒത്തിരി തടസ്സങ്ങളായിരുന്നു. ഞാനിവിടെ സ്ഥലത്തില്ലാത്തിരുന്നത് കൊണ്ട് എൻ്റെ മമ്മി ഇവിടെ അച്ഛനെ കാണാനായിട്ട് വന്നു. എന്താ ഇങ്ങനെ മൊത്തം തടസ്സങ്ങളാണല്ലോ എന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു. കാര്യം എനിക്ക് എക്സാം ഞാൻ B2 പഠിച്ചു, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു 2 വർഷം ഞാൻ കളഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്തായി എന്ന്. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ മുംബൈയിൽ ജോലിക്ക് കയറി. കാര്യം ഗ്യാപ്പ് ഓൾറെഡി ആയി 2 വർഷം. അപ്പോൾ എൻ്റെ മമ്മി ഇവിടെ വന്ന് അച്ഛനെ കാണാനായി ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മീൻസ് അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് അതിൽ കൂടുതൽ ദേഷ്യമായി. കാര്യം ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ അന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്ന പോലെ ഇതിലൊന്നും ഒരു കാര്യമില്ല, വെറുതെയാണ്. ഞാൻ ആ രീതിയിൽ തന്നെ ചിന്തിച്ചു. ഞാനത് ജർമ്മൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഉപേക്ഷിച്ചു, മാറ്റിവെച്ചു. പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡിനും ജർമ്മനിലോട് താല്പര്യമില്ലായിരുന്നു. എന്നോട് പറഞ്ഞ് വേറെ ഏത് യൂറോപ്യൻ കൺട്രീസ് നോക്കിക്കോ, ജർമ്മനി നോക്കണ്ട. ഞങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിവെച്ചു. അങ്ങനെ 2023 എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ഇൻറ്റേർണൽ ട്രാൻസ്ഫർ, USA-ലോട്ട് ഒരു ഇൻറ്റേർണൽ ട്രാൻസ്ഫർ എന്നൊരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചു. ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അവരിങ്ങോട്ടായിട്ട് നമുക്കൊരു ഓഫർ തന്നതായിരുന്നു. ഞങ്ങൾ അതുമായി മുന്നോട്ട് പോയി. 2 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ 2025 ഫെബ്രുവരിയിൽ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഞങ്ങൾക്കത് കിട്ടും. കാര്യം നമ്മൾ കമ്പനി ത്രൂ പോകുന്നതാണ്. ഫാമിലി വിസ അവർ പ്രൊവൈഡ് ചെയ്യും. എനിക്ക് ഹസ്ബൻഡിനും കുഞ്ഞിനും പോകാൻ സാധിക്കും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും ഞങ്ങൾക്ക് ഭയങ്കര ഉറപ്പായിട്ട് കിട്ടുമെന്നൊരു ബോധ്യത്തിലായിരുന്നു ഞങ്ങൾക്കത്. ഞങ്ങൾ അതുമായി മുന്നോട്ട് പോയി. പ്രോസസ്സിങ് നടന്നു. ഞങ്ങൾക്ക് ജൂലൈ 28 ഞങ്ങളുടെ വിസ ഇൻ്റർവ്യൂ. അറിയാവുന്ന പോലെ USA വിസ ഇൻ്റർവ്യൂ ഭയങ്കര ടഫാണ്. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. കാര്യം ഞങ്ങൾക്കത് കിട്ടും, ഉറപ്പായും കിട്ടും എന്നൊരു ഇതിലാണ് പോയത്. പക്ഷേ ഞങ്ങൾ വിസ റിജക്റ്റായി. ഞങ്ങൾക്കത് ഭയങ്കര ഷോക്കായിരുന്നു. കാര്യം ഞങ്ങൾ ഈ 3 വർഷത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാര്യമായിരുന്നു. ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല, വേറെ ഒരു എക്സാമോ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. കാര്യം ഇത് കിട്ടുമല്ലോ എന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. 3 വർഷത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തായിരുന്നു. ഞങ്ങളുടെ വിസ റിജക്റ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. ഇനി എന്ത് ചെയ്യും എന്ന രീതിയിലായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങളുടെ വിസ പ്രോസസ്സിങ് നടക്കുന്നതിനിടയ്ക്ക് എൻ്റെ പള്ളിയിൽ ഒരു ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു, നിൻ്റെ പോകുന്ന കാര്യമൊക്കെ എന്തായി, പോകാൻ നോക്കുന്നുണ്ടോ? പക്ഷേ ഇല്ല ചേച്ചി, ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ കറക്റ്റായിട്ടൊന്നും ആരോടും പറഞ്ഞില്ല. കാര്യം ജർമ്മനിയുടെ കാര്യം ഓൾറെഡി എല്ലാവരും അറിഞ്ഞു. എല്ലാവരുടെയും ചോദ്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി നേരിട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. എൻ്റെയും ഹസ്ബൻഡിൻ്റെയും പേരൻസ് മാത്രം, വേറെ ആരോടും ഞങ്ങളിത് പറഞ്ഞില്ലായിരുന്നു. എല്ലാം അറിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പറയാമെന്ന രീതിയിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. ആരോടും പറഞ്ഞില്ല. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നോക്കുന്നുണ്ട് ചേച്ചി, ഒന്നും ആയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. ചേച്ചിനോട് പറഞ്ഞു, എടി നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, നടക്കും. ഞാൻ 3ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കുന്നേ, നീ ഒന്ന് പോയി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചീനെ നോക്കിയൊന്ന് ചിരിച്ചു. കാര്യം ഞാൻ ഓൾറെഡി എനിക്കൊരു എക്സ്പീരിയൻസ്, ഞാനത് എൻ്റെ ഭാഗത്ത് തെറ്റായിരുന്നതുകൊണ്ട് തെറ്റായിരുന്നു, എന്നാലും ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ചേച്ചി എന്ന രീതിയിൽ ഞാൻ ചേച്ചി നോക്കുന്നത് ചിരിച്ചു. പക്ഷേ വിസ റിജക്റ്റായി വന്നപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഫസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ആ സംഭവമായിരുന്നു. ഞാൻ ചേച്ചിയോട് എന്തിനാണ് അങ്ങനെ ചിന്തിച്ചത്, എന്തിനാണ് അങ്ങനെ പറഞ്ഞേ, ഞാൻ എന്തിനാണ് അങ്ങനെ ചിരിച്ചേ, അത് ശരിയല്ലല്ലോ എന്ന് ഓർത്തു. ഞാൻ യൂട്യൂബിൽ കയറി ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചു. ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടു. അതുപോലെ തന്നെ ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ എടുത്തു. ഞാനപ്പോൾ ഞാൻ അന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇതൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ വെറുതെ ഉടമ്പടി എടുത്തതായിരുന്നോ അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റ് തന്നെയായിരുന്നു. ഉടമ്പടി എടുത്തത് കൊണ്ട് കിട്ടുമെന്നില്ലല്ലോ, നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ അതൊന്നും ചെയ്തിരുന്നില്ല. ചിലപ്പോൾ എൻ്റെ അന്നത്തെ എക്സാമിൻ്റെ ടെൻഷനും ഡേറ്റ് കിട്ടാത്തതിൻ്റെയൊക്കെ ഞാനത് മാറ്റിപ്പോയായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ചെയ്യണമെന്ന്. ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. എനിക്കന്ന് ഇവിടെ നേരിട്ട് വന്ന് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. എനിക്ക് കുഞ്ഞുണ്ടായിരുന്നു, 1.25 വയസ്സ്. ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ, ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ, അതുപോലെ തന്നെ സഹായം ചോദിക്കുന്നവർക്കൊക്കെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ അതുവരെയും ബൈബിൾ വായിക്കും, പക്ഷേ അത്രയും സമയമൊന്നും ഞാൻ സ്പെൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഞാൻ നന്നായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ രാവിലെ, എനിക്ക് ബൈബിൾ വായിക്കാതെ ഇപ്പം പറ്റത്തില്ല. ഞാൻ ഏതെങ്കിലും ഒരധ്യായമെങ്കിലും, എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ, ഇപ്പം കുഞ്ഞുണ്ട്, അവൾ ബഹളമാണ്, ഞാൻ ഒരധ്യായമെങ്കിലും വായിക്കാതെ ഞാൻ കിടക്കത്തില്ല. ഞാൻ ആ സമയത്ത് ഓഗസ്റ്റിൽ ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞു നമുക്ക് 2ാമത് വിസ അപ്ലൈ ചെയ്യാം. അവർ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നു ഞങ്ങളോട് കൂടെ. ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് 2ാമത് വിസ അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ നോക്കാം. അവരുടെ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായി. ഓക്കെ, ഒന്നുകൂടെ അവർ പറഞ്ഞല്ലോ, കാര്യം ഫുൾ ചിലവൊക്കെ കമ്പനിയുടെ തന്നെയാണ്. അപ്പം അവരൊന്നുകൂടെ അത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഒരു കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. ഞാനിവിടെ നവംബർ 21 വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു.
ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ 5:30 പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വിസ ഇൻ്റർവ്യൂ, രണ്ടാമത്തെ വിസ ഇൻ്റർവ്യൂ മാർച്ച് 24-നായിരുന്നു. അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ ഈശോയോട് ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു, നമുക്ക് ചൊവ്വാഴ്ച കിട്ടുന്നത് മാതാവിൻ്റെ ദിവസമാണ്, അത് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നത് ചൊവ്വാഴ്ചയായിരുന്നു. ഞങ്ങളുടെ വിസ, ഞങ്ങൾ 3 പേരും, ഞങ്ങൾ കുഞ്ഞും ഉണ്ടായിരുന്നു. ഞാൻ ഹസ്ബൻഡും കുഞ്ഞുമായിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. ബയോമെട്രിക്സും കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാതെ നടന്നു. ഇൻ്റർവ്യൂവിന് ഞങ്ങൾക്ക് അപ്രൂവായി കിട്ടി. ഞങ്ങളുടെ പാസ്പോർട്ട് കഴിഞ്ഞ വീക്കിൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. USA വിസ സ്റ്റാമ്പ് ചെയ്തു. ഞങ്ങളുടെ പാസ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. നെക്സ്റ്റ് മന്ത് 27-ന് ഞങ്ങൾ USA പോവാണ് ഫാമിലി ആയിട്ട്. ഞങ്ങളുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് പോകണമെന്ന്. കാര്യം ഞാൻ നേഴ്സാണ്. ഒരാൾ പോയി കഴിഞ്ഞിട്ട് ഒരാൾ ഇവിടെ നിർത്തി, അല്ലെങ്കിൽ കുഞ്ഞിനെ ഇവിടെ നിർത്തി പോകുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വെയിറ്റ് ചെയ്തത്. പോവുകയാണെങ്കിൽ ഒരുമിച്ച് പോവാം, അത് ശരിയാവും എന്ന രീതിയിൽ കുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടി. മാതാവ് എൻ്റെ ഈശോയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് മേടിച്ചെന്നൊരു അനുഗ്രഹമാണ്. ഈ ഈസ്റ്റർ വീക്കിൽ വലിയ ആഴ്ചയിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു, ഞങ്ങൾക്ക് ഈസ്റ്റർ സന്തോഷത്തോടെ കൂടാൻ പറ്റണേ മാതാവേ. ഞങ്ങൾക്കത് വലിയ സന്തോഷത്തോടു കൂടെ തന്നെ ഈസ്റ്റർ വീക്ക് ഞങ്ങൾക്ക് കൂടാൻ പറ്റി. ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റി. അമ്മയുടെ പ്രത്യക്ഷണത്തിന് സാക്ഷിയായി ഇവിടെ ഒന്ന് പറയാൻ പറ്റി. എൻ്റെ ഉടമ്പടിയിലെടുത്ത ആദ്യത്തെ ആഗ്രഹം ഇതായിരുന്നു. രണ്ടാമത്തത് എൻ്റെ NCLEX RN എക്സാമാണ്. ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ USA വർക്ക് ചെയ്യണമെങ്കിൽ NCLEX RN എക്സാം പാസ്സാവണം. ഞങ്ങളുടെ ഫസ്റ്റ് വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പം അതിൻ്റെ കൂടെ തന്നെ എൻ്റെ NCLEX RNൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങും സ്റ്റാർട്ടായി. കഴിഞ്ഞ ഫെബ്രുവരി USA വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പം ഞങ്ങൾ ഏപ്രിൽ എൻ്റെ NCLEX RNൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ടായി. അതൊരു 6 മന്ത് പ്രോസസ്സാണ്. NCLEX RN എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കറിയാം, നല്ല ടഫായിട്ടുള്ള എക്സാമാണ്. അതിൻ്റെ പ്രോസസ്സിങ്ങും 6 മന്ത് എടുക്കും. അപ്പോൾ ഞാൻ ഓർത്ത് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തു, ജൂണിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. സെപ്റ്റംബർ ആകാൻ 3 മാസത്തെ ക്ലാസ് ആയിരുന്നു. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഒക്ടോബർ ആകുമ്പോൾ, മാതാവിൻ്റെ മാസമല്ലേ, ഒക്ടോബർ ആകുമ്പോൾ എനിക്ക് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുമിച്ച് പോകാം. ഞങ്ങളുടെ ആദ്യത്തെ വിസയുടെ അനുസരിച്ചിട്ടാണ് ഞങ്ങളിതെല്ലാം പ്ലാൻ ചെയ്തത്. എനിക്ക് കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ എനിക്ക് റെഗുലർ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഓൺലൈനാണെങ്കിലും റെഗുലർ ക്ലാസ്സിന് പറ്റത്തില്ലായിരുന്നു. ഞാൻ റെക്കോർഡഡ് ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തത്. 3 മാസം ഞാൻ പഠിച്ചു. എൻ്റെ ഒക്ടോബറിൽ നോർമലി എനിക്ക് ATT കിട്ടേണ്ടതാണ് എക്സാമിൻ്റെ, പക്ഷേ എനിക്ക് ATT വന്നില്ല. ഞാൻ അവർക്ക് മെയിൽ അയച്ചു, എനിക്ക് ATT കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എൻ്റെ പേരിന് ഡിഫറൻസ് ഉണ്ട്, എൻ്റെ പാസ്പോർട്ടിലെ പേരല്ല എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ കിടക്കുന്നത്. കാര്യം നമ്മുടെ ഇനിഷ്യൽ ഫുൾ ഫോമാണ് നമ്മുടെ പാസ്പോർട്ടിൽ, ബാക്കിയെല്ലാം എൻ്റെ ഇനിഷ്യൽ മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞു ലീഗൽ പ്രൂഫ് വേണമെന്ന് പറഞ്ഞു. എൻ്റെ ലീഗൽ പ്രൂഫ് ഒന്നുമില്ല. എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എല്ലായിടത്തും എൻ്റെ ഇനിഷ്യൽ മാത്രമേ ഉള്ളൂ, പേരിനൊപ്പം ഇനിഷ്യൽ മാത്രമേ ഉള്ളൂ, ഫുൾ ഫോം ഒന്നുമില്ല. പാസ്പോർട്ടിന് ചേരുന്ന ഒരു പേരിൻ്റെ ഒരു ലീഗൽ പ്രൂഫ് എൻ്റെ കയ്യിലില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. ദൈവം, എനിക്ക് എക്സാം എഴുതാനുള്ള ഒരു ഭാഗ്യം പോലും എനിക്കില്ലേന്ന് ഓർത്ത് പോയി. ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത്. കാര്യം ഞാൻ ഓർത്ത് എനിക്കിനി എക്സാം എഴുതാൻ പറ്റത്തില്ല, ഞാനിത് ഉപേക്ഷിച്ചേക്കാം. ഞാനിത് പഠിത്തമൊക്കെ നിർത്തി. കാര്യം ഞാൻ കുഞ്ഞിനെ വെച്ചുകൊണ്ടാണ് പഠിച്ചത്, ഒത്തിരി സ്ട്രഗിൾ ചെയ്യണമായിരുന്നു. ഞാൻ പഠിത്തം നിർത്തി, എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, അതായത് എനിക്കിത് ശരിയാക്കി തരണം. കാര്യം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ്, എനിക്ക് അവിടെ പോയി ജോലി ചെയ്യണമെങ്കിൽ എനിക്ക് എക്സാം വേണം. ഞാൻ അവർക്ക് മെയിൽ അയച്ചു, എനിക്ക് വേറെ ലീഗൽ പ്രൂഫ് ഇല്ല, എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞ് ഞാൻ അവർക്ക് മെയിൽ അയച്ചു. അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. കാര്യം USA ഒരു ചെറിയ കാര്യം പോലും അവർ റിജക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കറിയത്തില്ല, ദൈവാനുഗ്രഹം എൻ്റെ ഈശോ തന്നതാണ് എനിക്കത്. എനിക്ക് 1 വീക്ക് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ മെയിൽ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് എൻ്റെ ATT റിലീസ് ചെയ്തു തന്നവർ. ഞാൻ നവംബർ 16-നാണ് എനിക്ക് ATT റിലീസായത്. അന്ന് തന്നെ ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു. അപ്പം ഡിസംബർ 8-ാം തീയതി മാതാവിൻ്റെ പെരുന്നാളാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഡിസംബർ 8-ാം തീയതി മാതാവിൻ്റെ പെരുന്നാളല്ല, അന്ന് ഡേറ്റ് എടുക്കാമെന്ന്. 3 വീക്സേ ഉള്ളൂ ഈ നവംബർ 7 തൊട്ട് അങ്ങോട്ട്. പഠിക്കാൻ സമയമില്ല, കാര്യം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞു, ടച്ച് വിട്ടു. എനിക്ക് കാര്യം ഒത്തിരി ഉണ്ട് NCLEX RN പഠിക്കാൻ. 6 മന്തോളം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ ആ എക്സാം ഒന്ന് ക്ലിയർ ചെയ്താൽ പറ്റുള്ളൂ. ഞാനൊരു 3 വീക്സ് കൊണ്ട് ഞാൻ എങ്ങനെ പഠിക്കും? അത് ഒത്തിരി ഉണ്ട്, ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അപ്പം പക്ഷെ ഞാൻ 8-ാം തീയതി ഡേറ്റ് നോക്കി. 8-ന് എനിക്ക് ഡേറ്റ് കിട്ടിയില്ല. 9 നോക്കി, 9 ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു 9-ാം തീയതി എടുത്തോളാൻ പറഞ്ഞു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നാട്ടിൽ വന്നു. എൻ്റെ വീട് ഇവിടെ ചേർത്തലയാണ്. ഞാൻ നാട്ടിൽ എൻ്റെ കുഞ്ഞിൻ്റെ പേരൻസ്, എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കയ്യിൽ കൊടുത്ത് ഞാൻ പഠിക്കാനിരുന്നു. 3 വീക്സ് കഷ്ടപ്പെട്ട് പഠിച്ചു. ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ ഇവിടെ വന്നിട്ട് അഖണ്ഡ ജപമാല ചെല്ലുമായിരുന്നു. ഒരു ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ ഇവിടെ വന്നിരുന്ന് അഖണ്ഡ ജപമാല ചെല്ലുമായിരുന്നു. പരിശുദ്ധ കുർബാന കണ്ടിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ഞാൻ 9-ാം തീയതി എക്സാമിന് തൊട്ട് ഒരാഴ്ചയൊക്കെ മുന്നേ ആയിട്ട് എനിക്ക് ഹൈപ്പോ ടെൻഷനായി. എനിക്ക് BP കുറഞ്ഞു പോകുന്നു. എണീക്കുമ്പോഴേ എൻ്റെ തല കറങ്ങുക. കാര്യം ഞാൻ ലാപ്ടോപ്പിലല്ലായിരുന്നു, ഫോണിലായിരുന്നു. കുഞ്ഞുള്ളതുകൊണ്ട് അവൾ ഇടയ്ക്ക് വന്ന് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഞാൻ ഫോണിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതും ക്വസ്റ്റൻ ആൻസർ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് കണ്ണിനൊക്കെ ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു. എൻ്റെ BP കുറഞ്ഞു പോകുമായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, ദൈവം ഞാൻ എങ്ങനെ എക്സാം എഴുതും? കാരണം 5 മണിക്കൂറത്തെ എക്സാമാണ്. കേസ് സ്റ്റഡിയൊക്കെ ഭയങ്കര വലുതാണ്. അപ്പം ഒരു ചേച്ചി എക്സാം എഴുതി ചേച്ചി എന്നോട് പറഞ്ഞു, ഇടി എക്സാം ഭയങ്കര ടഫായിരുന്നു, കേസ് സ്റ്റഡിയൊക്കെ essay പോലെ ആയിരുന്നു, ഒത്തിരി സ്ട്രഗിൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഓർത്ത് കഴിയുമ്പോൾ എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ? എനിക്കിങ്ങനെ BP കുറഞ്ഞു പോവാണ്, എനിക്ക് എന്നാ ചെയ്യുമെന്നായിരുന്നു. എക്സാമിൻ്റെ ഡേറ്റ് എക്സാം സെൻറ്ററിൽ ചെന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം കഴുത്തിലിട്ടുകൊണ്ടാണ് പോയത്.
പാസ്പോർട്ടിൽ ഉപ്പ് വെച്ചു. അതുപോലെ തൈലം ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തൈലം ഞങ്ങൾ എല്ലാവരുടെ നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് കിടക്കുന്നത്. ഞാൻ എക്സാമിന് പോയപ്പോഴും ഞാൻ കുരിശ് വരച്ചിട്ടാണ് പോയത്. കൃപാസനത്തിൻ്റെ പേപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാര്യം ഞാൻ അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും പേപ്പർ കൊടുക്കാമല്ലോ എല്ലാവർക്കും. കാര്യം ബാംഗ്ലൂരാണ്, ഞാൻ ഇവിടുത്തെ കന്നഡയിലെ പേപ്പറായിരുന്നു മേടിച്ചിട്ട് പോയത്. ഞാൻ കൊണ്ടുപോയി പേപ്പർ എൻ്റെ കൂടെ. എക്സാം സെൻറ്റർ കയറിയപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു അവിടെ മാതാവിൻ്റെ പള്ളിയുണ്ട്, അവിടെ പോയി ജപമാല ചൊല്ലിക്കും ഞാൻ എക്സാം സെൻറ്റർ. ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല ഞാൻ പോകും, ഞാൻ ഇവിടെ ഇരുന്ന് ജപമാല ചൊല്ലിക്കണം, നീ അങ്ങനെയൊക്കെ എന്തെങ്കിലും വയ്യാണ്ട് വന്നാൽ എന്നാ ചെയ്യും, ഫോണൊന്നും അലൗഡ് അല്ല അകത്ത്, ഞാനിവിടെ ഇരുന്ന് ചൊല്ലിക്കോളാം, കോൺടാക്ട് ചെയ്യാനായിട്ട് വേറെ മാർഗ്ഗമില്ലല്ലോ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. കാര്യം എൻ്റെ സിറ്റുവേഷനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് BP ലോ ആയി പോകുമായിരുന്നു. ഞാൻ എക്സാം സെൻറ്ററിൽ കയറി എക്സാം സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയത്തില്ല, ഇങ്ങനെ സാറിന് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. എനിക്ക് ഓരോ എസ്സേ ക്വസ്റ്റ്യൻസും ഇല്ലായിരുന്നു. എനിക്ക് കേസ് സ്റ്റഡി ആണെങ്കിൽ കൂടി മാക്സിമം പോയൊരു 4 സെൻറ്റൻസ്, ബാക്കിയെല്ലാം എനിക്ക് കോളം തിരിച്ച് നമുക്ക് ഒത്തിരി സ്ട്രെയിൻ ചെയ്യാതെ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 2.5 മണിക്കൂറിനുള്ളിൽ എൻ്റെ എക്സാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 85 ക്വസ്റ്റ്യൻസിൽ ഞാൻ ഓർത്തേമേന് ഫെയിൽ ആകുമോ, കാര്യം ഇങ്ങനെ ഇത്ര എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ കിട്ടാറില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കറിയത്തില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അവിടെ മാതാവിൻ്റെ പള്ളിയിൽ പോയി ദിവ്യകാരുണ്യ ചാപ്പലിൽ പോയിരുന്നു. ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലി എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. അത് കഴിഞ്ഞ് 48 മണിക്കൂർ നമുക്ക് റിസൾട്ട് വരും. എൻ്റെ റിസൾട്ട് വന്നില്ല. ഞാൻ ഓർത്തേമ്പോൾ എന്ത് പറ്റി, എല്ലാവരുടെ റിസൾട്ട് വരാൻ തുടങ്ങി, എൻ്റെ റിസൾട്ട് വന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് USA ആയതുകൊണ്ടായിരിക്കും, വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ മമ്മി അവിടെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. മമ്മി പോകുന്ന അന്ന് ചൊവ്വാഴ്ച എൻ്റെ എക്സാം കഴിഞ്ഞു, വ്യാഴാഴ്ച മമ്മി തിരിച്ച് നാട്ടിലോട്ട് വരുവാണ്. അപ്പോൾ ഞാൻ ഓർത്ത് മമ്മി പോകുന്നതിന് മുന്നേ എങ്കിലും എനിക്ക് എൻ്റെ റിസൾട്ട് അറിഞ്ഞ് മമ്മിക്ക് സന്തോഷത്തോടെ പോകാൻ പറ്റണേന്നായിരുന്നു. ബസ് 11 മണിക്കായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് മെയിൽ വരുന്നുണ്ടോ എന്ന്. 10 കഴിഞ്ഞപ്പോൾ മമ്മീനെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ഒരു റെഡിയാകുമ്പോഴേ ചുമ്മാ നോക്കിയപ്പോൾ ഞാൻ മെയിൽ വന്നു. അതിനിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുരുക്കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥന ചൊല്ലും. അപ്പോൾ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് കിട്ടിയെന്ന രീതി തന്നെ, കാരണം എനിക്ക് വിശ്വാസമായിരുന്നു എനിക്ക് എൻ്റെ മാതാവ് തരുമെന്ന്. ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ മെയിൽ വന്നു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു, റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. ഫസ്റ്റ് ചാൻസിൽ 85 ക്വസ്റ്റ്യൻസിൽ 2.5 മണിക്കൂറിൽ ഞാൻ NCLEX സാറിൻ്റെ എക്സാം പാസ്സായി. അത് 3 ആഴ്ച കൊണ്ട് പഠിച്ചെടുത്തതാണ്. അതെൻ്റെ മാതാവ് തന്നതാണ്. കാര്യം അത് ഭയങ്കരമായിട്ടും എന്താ പറയുക, ഒരാൾക്ക് എനിക്കറിയത്തില്ല അങ്ങനെ സാധിക്കുമെന്ന്. 3 വീക്സ് കൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. ഞാൻ ജപമാല ചൊല്ലി, ഞാൻ ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി, ഞാൻ തൈലം പൂശി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തു, പക്ഷെ അന്ന് ഞാൻ ഉപ്പെടുത്തപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ഒന്നും ചെല്ല, എനിക്കത് അറിയത്തില്ലായിരുന്നു. കാര്യം നമ്മളത് ആ ഒരു സീരിയസ്നെസ്, എനിക്ക് നേഴ്സിംഗ് കഴിഞ്ഞ സമയമായിരുന്നു, എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ എല്ലാ വിശ്വാസത്തോടും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കതിൻ്റെ അനുഗ്രഹവും കിട്ടി. നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ മാതാവ് നമ്മളെ കൈവിടത്തില്ല. ഈ സന്നിധി വെച്ചൊന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങൾ എനിക്ക് 2 കാര്യങ്ങൾ സാധിച്ചു കിട്ടി. 2 കാര്യങ്ങളായിരുന്നു ഞാൻ മെയിനായിട്ട് വെച്ചത്. 2 കാര്യങ്ങളും എൻ്റെ ഈശോയുടെ കയ്യിൽ നിന്ന് എൻ്റെ മാതാവ് എനിക്ക് മേടിച്ചു തന്നു. എൻ്റെ ഈശോയ്ക്ക് മാതാവിനും 1000 നന്ദി പറയുകയാണ്. കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളോട് ചോദിക്കുന്നവർക്കൊക്കെ ഡ്രസ്സ് നമ്മൾ പള്ളികളിൽ പറയുമ്പം ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ആണെങ്കിലും ഞങ്ങളുടെ ആണെങ്കിലും ഡ്രസ്സെല്ലാം കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ചോദിക്കുന്നവർക്കൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യുമായിരുന്നു. ആത്മീയ ജീവിതം മെയിനായിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാനങ്ങനെ പരിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും ഈ നോയമ്പ് കാലത്താണെങ്കിലും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പോയി പരിശുദ്ധ കുർബാന കൂടും, കുമ്പസാരിക്കും. നേരത്തെയൊക്കെ 2-3 മാസം കൂടുമ്പോഴായിരുന്നു കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, പരിശുദ്ധ കുർബാന സ്വീകരിക്കും. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എന്നെക്കാൾ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. നന്നായി ജപമാല ചൊല്ലി ഞങ്ങൾ 2 പേരും കൂടിയാണ്, ഞങ്ങൾ 3 പേരും കുഞ്ഞിനെയും കൂടി കൊണ്ടുപോകും. എപ്പോഴും പള്ളി പോയാലും ഈശോയ്ക്ക് മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ അവൻ്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും, അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57-ാം അധ്യായം 18-ാം വചനമാണ്. നമ്മുടെ ജീവിതത്തിലെ സത്യാവസ്ഥ അറിയാം നമ്മുടെ ദൈവത്തിന്. ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ, തെറ്റായ വഴികൾ ഉടമ്പടിയിലൂടെ ശരിയായ വഴിയിലൂടെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവമാണ് നാം ഓരോ സാക്ഷ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശ്വാസം നൽകുന്ന ഒരു ദൈവം, കൂടെ നിൽക്കുന്ന ഒരമ്മ. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമായാലും നമ്മൾ എത്രമാത്രം വിശ്വസിച്ചില്ലെങ്കിലും ഒരുപക്ഷെ ഉടമ്പടിയെപ്പറ്റി കേട്ടപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഒരുപക്ഷെ ചിരിച്ചിട്ടുണ്ടാവാം, വിശ്വസിച്ചില്ലായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടായാലും ഞാൻ അവൻ്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തു എന്ന് പറയുമ്പോൾ നമ്മളെ അറിയുന്ന ഒരു ദൈവമാണ്. നമ്മൾ ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസനത്തിലെത്തുന്നവരെ ഉടമ്പടിയിലൂടെ കുറ്റപ്പെടുത്താതെ ആശ്വസിപ്പിക്കുന്ന ദൈവം പരിപാലിക്കുന്ന ഒരു സ്നേഹമാണ് നാം ഇവിടെ അനുഭവിക്കുന്നത്. നാം എത്ര ദൂരെയായാലും നമ്മെ തിരിച്ചു വിളിച്ച് ശരിയായ വഴിയിലൂടെ നമ്മെ ആശ്വസിപ്പിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവം, നമ്മെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്ന ഒരമ്മ. തെറ്റുകൾ ചെയ്താലും നിരാശപ്പെടുത്താതെ
നമ്മളെ സഹായിക്കുന്ന ഒരമ്മയാണ്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളാണ് നാം കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും. ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത്, ലിയ ബീനു നമ്മളോട് സാക്ഷ്യപ്പെടുത്തതും അതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ തീഷ്ണതയോടെ ഈശോയിൽ ഉടമ്പടിയിലൂടെ ഈശോയുടെ ഹൃദയത്തിലേക്ക് നമുക്കും കിടക്കാം. മനസ്സിലെ ഓരോ അവസ്ഥകളും, ബുദ്ധിമുട്ടുകളായാലും ദുരോഗങ്ങളായാലും ജോലിയില്ലാത്ത അവസ്ഥകളായാലും എല്ലാം ഉടമ്പടിയിലൂടെ നമുക്കും നിയോഗമായി സമർപ്പിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാൻ ഈശോ അമ്മയെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലിയ ബിനുവിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, അവേ മരിയ.